ആശംസകളോടെ സരസ്വതി ലക്കി സെന്റർ PO അന്തിക്കാട് നട. ന്യൂ സരസ്വതി ലക്കി സെന്റർ, നാലുംകൂടിയ വഴി, പെരിങ്ങോട്ടുകര. ചിക്ക് സിറ്റി ഫാമിലി റെസ്റ്റോറന്റ്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തളിക്കുളം, കൊക്കാമുക്ക്, തൃപ്രയാർ. ഫ്രീ ഹോം ഡെലിവറി ലഭ്യമാണ്. മഹാലക്ഷ്മി റെസ്റ്റോറന്റ്, ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ്, അന്തിക്കാട്. ഗോപീസ് കിച്ചൺ, ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ്, അന്തിക്കാട്. ഫോൺ നമ്പർ 9497163298, 9744324098. അരി അലുവ, അന്തിക്കാട്. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം. ക്ലിപ്റ്റൻ നമ്പർ 4137. ഹെഡ് ഓഫീസ് അന്തിക്കാട്. ഞങ്ങളുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ: നീതി മെഡിക്കൽ സ്റ്റോർ, നീതി സൂപ്പർമാർക്കറ്റ്, MC മിറാക്കിൾ എത്തിക് ബ്യൂട്ടി പാർലർ, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് മോഡലിംഗ് കമ്പനി. ഫോൺ നമ്പർ 8129736444. അറയ്ക്കൽ ഫോൺ ഗാലറി, വാടാനപ്പള്ളി പഞ്ചായത്ത് ബിൽഡിംഗ്. മൊബൈൽ ഫോൺ സെയിൽസ് സർവീസ്, എക്സ്ചേഞ്ച്, ആക്സസറീസ്. ലോൺ സൗകര്യം ലഭ്യമാണ്. ഫോൺ നമ്പർ 9388070000. എനിക്ക് ബസ് ആടാ. അതെന്തായാലും ഞാനേ ഇവിടെ ഒരു 5-6 പിള്ളേരുണ്ട്. അപ്പോൾ അതിലൊരാളെ പൊക്കിയാൽ അവരെല്ലാവരും നമ്മുടെ വഴിക്ക് വരും. അതെന്തായാലും ഞാൻ ശരിയാക്കാം. ഓക്കെ, ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാന്നേ. നമ്മൾ വിചാരിച്ചൊന്നും നടക്കാത്ത കാര്യണ്ട. പിള്ളേർ ഇവിടെ 5-6 ആളുണ്ടല്ലോ, ഇവരെ പൊക്കിയാൽ തന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കൂട്ടുകാരന്മാർ. ഒരൊറ്റ ആള് വീട്ടിൽ രക്ഷിതാക്കള് അച്ഛനമ്മ പറഞ്ഞത് പോലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ട്ടാ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. നീ കട്ട് ചെയ്യ, ഞാൻ വിളിക്കാം. ഓക്കെ. 2-3 ദിവസമായി അവിടെ വന്നിരിക്കണേ. എനിക്കറിയില്ല, ഞാൻ കുറെ നാളെ പന്ത് കളിച്ച് ഭയങ്കര ക്ഷീണത്തിൽ വന്നിരിക്കുന്നുണ്ടല്ലേ? ക്ഷീണായ ക്ഷീണം മാറ്റാനുള്ള സാധനമൊക്കെ ഉണ്ട് നമ്മളില്. സാധനമൊക്കെ ഉണ്ട്, അതുവരെ അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ സാധനമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തീരെ അറിയില്ലേ? എത്രയല്ല പഠിക്കുന്നു നിങ്ങള്? 9ാം ക്ലാസ്സിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു 8ാം ക്ലാസ് തൊട്ട് അറിയേണ്ടതാണ്. അതെ, നിങ്ങൾ ആരോ അവിടുന്ന് വിളിക്കണ്ടായിരുന്നു. അവിടെ പോയി നോക്കിക്ക ആരാന്ന്. ആരെങ്കിലും ഒരാളങ്ങനെ ഇവിടെ ഇരുന്നാ മതി. ബാക്കിയുള്ളവർ അവിടെ പോയി നോക്കി നോക്കിയാ കണ്ടില്ലേ? അപ്പൊ ഞങ്ങൾ നോക്കിട്ട് രണ്ടുപേരല്ലേ എല്ലാവരും ഒന്ന് നോക്കിയിരിക്കാൻ പറ്റും. നിങ്ങൾ പോയിട്ട് എനിക്ക് വയ്യ. ആളില്ല
ആളില്ല നിങ്ങളല്ലേ നിനക്കറിയോ ഈ ക്ഷീണം മരുന്ന സാധനം നീ കേട്ടിട്ടില്ലല്ലേ അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ പിള്ളേരെ മാറ്റി നിർത്തിയത് അവിടെ ആരും വിളിച്ചിട്ടൊന്നല്ല. ക്ഷീണമൊക്കെ മാറാനുള്ള ഉഷാറ് വരും, ജോലിയൊക്കെ ചെയ്യാനായിട്ട് പുള്ളിവരും. നല്ല ആരോഗ്യമുള്ള സാധനം വേണ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ആ പിള്ളേരും കൂടെ ഒന്ന് റെഡിയാക്കി വരും. വേറെ കാര്യമുണ്ട്, ഇത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യാം, വേറെ സെയിൽ ചെയ്യുമ്പോൾ നല്ല കമ്മീഷൻ കിട്ടും. ഉണ്ടാവില്ലേ? ആളമ്മളെ പറ്റിച്ചു അവര് നോക്കി കൂട്ടായിട്ടു. ഇത് മറ്റേണ്ടാവും എന്തിട്ട് ആള് മറ്റേ പിള്ളേർക്ക് മറ്റേ ബോധം കെടുത്തുന്ന സാധനം അത് കൊടുക്കുന്നു. ശരിയാട്ടാ. ഹാടാ നീ പറഞ്ഞ ശരിയാട്ടാ. പിന്നെ ഇപ്പൊ തന്നെ പിള്ളേരെ ശരിയാക്കണ്ട, നീ ആദ്യം ഉപയോഗിക്കും. കുറച്ച് സമയം ഉപയോഗിച്ചിട്ട് നിനക്ക് എന്താ തോന്നണേ നോക്ക്. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരിടാ, കാണാം. ഓക്കെ. എന്താ മക്കളെ നിങ്ങളൂടെ? അവന്റെ അച്ഛനെയും അമ്മേനെയും അവൻ തല്ലിയിട്ട് അവരൊക്കെ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലൊക്കെ എടുക്കുക. ഇനി മക്കളെയും വല്ലതും ചെയ്യൂട്ടാ. മക്കൾ വേഗം പോവാൻ നോക്കിക്കോളേട്ടാ. തുറന്നിട്ട് പോടാ, തുറന്നിട്ട് പോടാ, തുറന്നിട്ട് പോടാ. ഇതെന്താ ഇവിടെ ഇരിക്കണേ? കളിക്കാൻ പോണ്ടേ? ലേറ്റ് ആയി. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, ലേറ്റ് ആയി. വരുന്നില്ല നിങ്ങളൊക്കെ? എന്തെനിക്ക് പറ്റിയേ? എന്തെനിക്ക് പറ്റിയേട്ടാ? ചേട്ടാ അവന്റെ അമ്മി സീരിയസ് ആയിട്ട് ICUല. ഇന്ന് വൈകുന്നേരത്തിന് 50,000 കിട്ടണ പറഞ്ഞിരിക്കണേ. പൈസ ആണെങ്കിൽ ഒന്നും ഒത്തു കിട്ടിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിന് 50,000 എത്തിച്ചില്ലെങ്കിൽ അവളൊന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുള്ള ആശുപത്രിക്ക്. ചേട്ടാ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവന്റെ അമ്മനെ രക്ഷിക്കേ? നീ ഇത് കയ്യിൽ വെക്ക്, നീ ഇത് കൊണ്ടുപോയി വെക്കേ, പണയം വെക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നിട്ട് ആശുപത്രിയിലെ പൈസ അടയ്ക്കണം. എന്നിട്ട് അമ്മയുടെ ഓപ്പറേഷൻ ഇങ്ങനെ നടത്തണം. വിഷമിക്കണ്ട, ഞങ്ങളെ കൂടി ഉണ്ട്. ഒന്ന് നിന്നറാ. എന്താടാ വയ്യടാ ചേട്ടനെ കണ്ടപ്പോ. ചേട്ടൻ നമുക്ക് രക്ഷിക്കണടാ. ആടാ നമുക്ക് ആളെ രക്ഷിക്കണം. ഒരു പണി ചെയ്യാ, നമ്മ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ ഒരാളെ കണ്ടില്ലേ, അയാളാണ് ഇതിനൊക്കെ കാരണം. അയാൾക്കൊരു പണി എടുക്കാം. അത് നമുക്ക് സ്റ്റേഷനിൽ കുളിച്ചു പറഞ്ഞാലോ.
അല്ല, അതിന് നമ്മുടെ കയ്യില് പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഉണ്ടോ? ആടാ ഉണ്ട് ഞാൻ വിളിക്കും. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ സാറേ, എങ്ങനെ ഹൈവേയുടെ സൈഡിലുള്ള ഗ്രൗണ്ട് കളിക്കുന്ന പിള്ളേരാ? ആ ഞാൻ പറയാം. ഒരു 200 റൈറ്റ്, പിന്നെ ചെറുതായി മീശ, താടി, പിന്നെ മൂത്ത് കുരുക്കള്. ആ മോനെ, ഞാനേ വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ ഇടാം. അതിൽ ആരാണെന്നൊന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയക്കിട്ടാ. ഓക്കെ. ആളല്ലേ? ആടാ ആടാടെ ഇയാളെന്നെ വേടിച്ചു പറഞ്ഞ സാറിന്റെ കൂടി. ആടാ പറയാ, വിളിക്കട്ടെ. ആ ഹലോ സാറേ, ആ ഫസ്റ്റ് എടുക്കുന്ന ആള്. ആ അതന്നെ. പോലീസുകാരെ കയ്യിൽ കിട്ടണ ടീം ആളെ നമ്മളെ കയ്യിൽ കിട്ടണം. അവളെ കൂപിടിച്ച് പൊളിക്കണം. ആടാ അടിച്ച് പൊളിക്കുന്നമേ. ഹാദിയെ, ആ നാറിനെ വിളിച്ചില്ലേ നീ? ആളെ താങ്ങില്ലല്ലോ. വിളിക്കണാളെ അത് ഇങ്ങോട്ട് വരാം. എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളിത് തീരുമാനിച്ചാ ഉപയോഗിക്കാന്ന്? ഒന്നും പറയരുത്, ആൾക്കാരോടൊന്നും പറയരുത്. ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. പ്രശ്നം പറയുന്നില്ല. നമുക്ക് അവിടെ ഉപയോഗിക്കാം. കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ കണ്ണേട്ടനെ പോലെ ഇനിയൊരു ചേട്ടന്മാർക്ക് ഇങ്ങനെ വരരുത്. അറിയാം, പക്ഷെ നീ വർത്തില്ല. ആ